നമുക്കറിയാം IPL-ൽ ബംഗളൂരു ചാമ്പ്യന്മാരാകുന്നു. അതിനെ തുടർന്നുണ്ടായ ആഘോഷം അത് വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു. ആ ദുരന്തം ഒരുപാട് സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചതിന്റെ ഫലമാണ് എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വലിയ വീഴ്ചകൾ അവിടെ കർണാടക സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു എന്ന വിമർശനം ഉയർന്നു. ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ കർണാടകയിൽ. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ വലിയ ജനത്തിരക്കുണ്ടാകും, ഇത് അപകട കാരണമാകുമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ദുരന്തമുണ്ടായിട്ടും അതിൽ മന്ത്രിമാർ അടക്കം പങ്കെടുത്തു എന്ന ഗുരുതരമായ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചെങ്കിലും 11 മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോയിരിക്കുന്നു. അത് എന്തായാലും തിരിച്ചു തരാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഒരുപാട് സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായത് അവഗണിച്ചതിന്റെ ഫലമാണ് ഈ ദുരന്തമെന്ന് പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് അതിനെ പറയേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. നോക്കാം എന്താണ് ആ ദുരന്തം, അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനന്യ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അനന്യ, രാവിലെ ഗുഡ് മോർണിംഗ് നൽകിക്കൊണ്ട് തുടങ്ങാൻ പറ്റിയ ഒരു വാർത്തയല്ല. അത്രമാത്രം വലിയ സങ്കടമാണ്. ഒരു ആഘോഷം വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അത് പലതരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ ഫലമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നൊക്കെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ മനുവിൻ്റെ കൂടെ ഡെസ്ക് ലൈവിന് ചേർന്നിട്ടുണ്ടോ എന്നെല്ലാം ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറ്. എന്നാൽ ഇന്ന് ഒട്ടും ശുഭകരമല്ലാത്തൊരു വാർത്ത, ഒരു ആദ്യ വാർത്ത തന്നെ ഒട്ടും ശുഭകരമല്ലാത്തൊരു വാർത്തയുടെ തുടർച്ചയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം 18 വർഷത്തിന് ശേഷമുള്ള RCBയുടെ ഏറ്റവും ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും അവർ ആഗ്രഹിച്ചൊരു സ്വപ്ന സാഫല്യത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു മെനഞ്ഞാന്ന് രാത്രി ഇത്തരത്തിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. അതിന് തുടർച്ചയെന്നോണമാണ് ഇന്നലെ ഇത്തരത്തിലൊരു വലിയൊരു വിജയാഘോഷം തന്നെ ബംഗളൂരുവിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കാനായി ഒരുങ്ങിയത്. നമുക്കറിയാം ഈ സ്വാഭാവികമായും RCB റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോലെ ഒരു ടീം 18 വർഷത്തിലൊരിക്കൽ ഇത്തരത്തിലൊരു IPL കിരീടം നേടുന്നു. തീർത്തും IPL ആരാധകർക്ക്, പ്രത്യേകിച്ച് RCB ടീമിന്റെ ആരാധകർക്കും RCBക്കും എല്ലാം അത്രയേറെ ആഘോഷവും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു നിമിഷങ്ങളാണ്. എന്നാൽ ആ ആഘോഷത്തിനും സന്തോഷത്തിനും 24 മണിക്കൂറിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം. കേരളത്തിൽ തന്നെ പലയിടത്തും RCB ആരാധകരുടെ വലിയൊരു ആഘോഷമെല്ലാം മെനഞ്ഞാന്ന് രാത്രിയും ഇന്നലെയുമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ബംഗളൂരു പോലത്തെ ഒരു സ്ഥലത്ത് അവരുടെ ടീം തന്നെ ജയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആഘോഷം, അല്ലെങ്കിൽ ടീമിന്റെ IPL ടീം ബംഗളൂരുവിന്റെ ടീം മൊത്തമായി പങ്കെടുക്കുന്നു, അത്തരത്തിൽ വലിയൊരു വിക്ടറി പരേഡെല്ലാം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ എത്തരത്തിൽ ജനങ്ങൾ കൂടും, അല്ലെങ്കിൽ എത്തരത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും. ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷമുണ്ട്. ടീമിനെ ജയിപ്പിച്ച ആളുകളെല്ലാം ഒന്നടങ്കം വരുന്നു എന്നറിയുമ്പോൾ അവരെ കാണാനായിട്ടുണ്ടാകുന്ന ആകാംക്ഷയും ജിജ്ഞാസയും എല്ലാം ഉണ്ടാകും. സ്വാഭാവികമായും അവിടെ ആളുകൾ കൂടുമെന്നതിൽ വലിയ സംശയമൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള വിജയാഘോഷത്തിന് ചെറിയ രീതിയിലെങ്കിലും വിലക്ക് വിജയാഘോഷം നടക്കുന്നതിന് മുന്നേ തന്നെ സംഘാടകരെല്ലാം അറിയിക്കുന്നതും. എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ടത്, മനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയെ പറ്റിയാണ്. ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആഘോഷമാണ്. RCB 18 വർഷത്തിനൊടുവിൽ ഒരു കപ്പ് നേടുന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ആഘോഷമുണ്ട്. ആഘോഷത്തിന് എത്രത്തോളം ജനത്തിരക്കുണ്ടാകുമെന്ന് സ്വാഭാവികമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇത്തരത്തിലൊരു ജനത്തിരക്കുണ്ടാകുന്ന ഒരു ആഘോഷമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് പോലും വളരെ തുച്ഛമായ പോലീസുകാർ മാത്രമാണ് അവിടെ സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതൊരു തീർച്ചയായും പോലീസിന്റെ അഭാവം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും വിരൽ ചൂണ്ടുന്നത് കർണാടക സർക്കാർ, സിദ്ധരാമയ്യ സർക്കാരിനെതിരെയാണ് സ്വാഭാവികമായത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ വളരെ ചുരുക്കം പോലീസുകാർ അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷാ നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ല എന്ന് തന്നെയാണ് ഈ അപകടത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനവും ചോദ്യവും എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു സർക്കാരിന്റെ സങ്കടപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് RCBക്ക് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. RCB ക്ലബ്ബ് മാനേജ്മെന്റ് അവർ പോലീസ് അനുമതി ലംഘിച്ചുകൊണ്ട് നടത്തിയ ഒരു റാലിയാണ്. ആ റാലിയിലാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ പോയി പങ്കെടുത്തതെന്ന് ഓർക്കണം. അതാണ് അതിന്റെ ഏറ്റവും ഗൗരവതരമായ സാഹചര്യം. തീർച്ചയായും മനു, ഒരു പോലീസ് അനുമതി ഇല്ലാത്ത ഒരു പരിപാടിയിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വിരോധാഭാസം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പോലീസ് അനുമതി നൽകുന്നില്ല എങ്കിൽ അതിനർത്ഥം, ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് അത് അത്ര സുരക്ഷിതമല്ല. കാരണം ബംഗളൂരു പോലത്തെ ഒരു സ്ഥലത്ത് RCB ജയിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾ തടിച്ചുകൂടി. നമ്മുടെ കേരളത്തിൽ പോലും എത്ര വലിയ ആഘോഷങ്ങളാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. എത്ര സ്ഥലങ്ങളിലാണ് RCB ആരാധകർ 18 വർഷത്തിന് ശേഷം ഒരുപാട് കളിയാക്കലുകൾക്ക് ശേഷം അവർക്ക് കാത്തിരുന്ന് കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഏത് മനുഷ്യൻ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ബംഗളൂരു പോലത്തൊരു സ്ഥലത്ത് എത്ര വലിയ ആഘോഷങ്ങളായിരിക്കും ജനങ്ങൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ആരാധകർ സംഘടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അവസരത്തിൽ RCB ക്ലബിന് ആഘോഷ പരിപാടികൾ നടത്താൻ പോലീസ് അനുമതി നൽകുന്നില്ല എങ്കിൽ അതിനർത്ഥം അവിടെ സുരക്ഷാ നടപടികൾ കൃത്യമായി നടത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം. എന്നിട്ടും ക്ലബ്ബ് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളെല്ലാം ലംഘിച്ച് പരിപാടികൾ നടത്തുന്നു. അതിനെല്ലാം അപ്പുറം അതിൽ മന്ത്രിമാർ വരെ ഇത്തരത്തിൽ
മന്ത്രിമാർ വരെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. സ്വന്തം ജനങ്ങൾക്ക് അതും ഇത്തരത്തിൽ വലിയൊരു അപകടം നടക്കുന്നു. ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു അപകടമായി അല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു അപകടമായിരുന്നു. ആ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നതാണ്. തിരക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ഈ റാലി വേണ്ട എന്ന് പോലീസ് നിലപാട് സ്വീകരിക്കുമ്പോഴാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ ആഘോഷം സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് RCB. സ്വാഭാവികമായി നമുക്കറിയാം RCB ക്ലബ്ബ് അവരുടെ ആഘോഷം സംഘടിപ്പിക്കും. കാരണം 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയൊരു കിരീടമാണ്. ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള ക്ലബ്ബാണ്. ആഘോഷമൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊരു ദുരന്തത്തിലേക്ക് വഴി മാറുമ്പോഴാണ് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തിരക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല, പോലീസിനെ എന്തുകൊണ്ട് വിന്യസിക്കാൻ പറ്റിയില്ല, മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ കർണാടക സർക്കാരിന് എവിടെയാണ് പാളിച്ച പറ്റിയത്, ഈ ദുരന്തം നടക്കുന്ന സമയത്തും ആഘോഷം തുടർന്നത് എന്തുകൊണ്ടാണ്, മന്ത്രിമാരടക്കം ആ സമയത്തും സ്റ്റേഡിയത്തിൽ ഈ ആഘോഷത്തിൽ പങ്കെടുത്തത് ഗൗരവതരമായ പ്രശ്നമല്ലേ? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഏതായാലും മജിസ്ട്രേറ്റ് തല അന്വേഷണം ഇപ്പോൾ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനവും നൽകും. പക്ഷേ എത്ര സഹായധനം നൽകിയാലും മരിച്ചുപോയ മനുഷ്യരെ തിരികെ കിട്ടില്ലല്ലോ. ആ കുടുംബങ്ങൾക്ക് പോയി എന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഉത്തരവാദിത്വമില്ലായ്മ കാണിച്ചവർക്കെതിരെ എല്ലാം ശക്തമായ നടപടി ഉണ്ടാകണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉറപ്പുവരുത്തുവാൻ കർണാടക സർക്കാരിന് വരും ദിവസങ്ങളിൽ കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും സർക്കാരിൻ്റെ വലിയ പിടിപ്പുകേട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു റാലി ഉണ്ടാകുമെന്ന് ഇന്റലിജൻസിൻ്റെയും ഒക്കെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ആളുകൾ തടിച്ചുകൂടും, വലിയ ജനത്തിരക്കുണ്ടാകും എന്നൊക്കെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല, തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല? ഈ ക്രമാതീതമാകുമ്പോൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടതായിരുന്നു. അത് നിർത്തിവെപ്പിക്കാൻ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല? ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അതിനെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അന്വേഷണം അഡ്രസ്സ് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഒരാഘോഷം ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്തത്തിലേക്ക് വഴിമാറുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നലെ ബംഗളൂരുവിൽ വളരെ വളരെ സങ്കടം നിറഞ്ഞൊരു സാഹചര്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്.